പടം കണ്ടിട്ട് തുടരും കണ്ടിട്ട് കംപ്ലീറ്റ് മോഹൻലാൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമ. കാരണം കുറേ കാലമായിട്ട് പറയും നമ്മുടെ ലാൽ ഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് സിനിമകളിൽ ഇപ്പം മോഹൻലാൽ എന്ന സ്റ്റാറിനെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ലാലേട്ടന് പലതരം ഇമോഷനിലൂടെ ലാലേട്ടനെ കടത്തി വിട്ടു ഈ സിനിമ. അതാണ് നമ്മൾ ആഗ്രഹിച്ചത് ഈ സിനിമയിൽ നിന്നും. അത് നമുക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കഥയിൽ പിന്നെ ഒരുപാട് പുതുമകളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും അവകാശവാദങ്ങളോ ഒന്നുമില്ല. പക്ഷേ ലാലേട്ടനെ പെർഫോം ചെയ്യാനുള്ള നല്ല മൊമെൻറ്റ്സ് ഒരുക്കി വെച്ച സ്ക്രീൻ പ്ലേ അതിൽ ലാലേട്ടൻ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലാക്കി മാറുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് മോഹൻലാൽ പടമായിട്ട് ഈ സിനിമ മാറി എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. പിന്നെ സിനിമയിലുള്ള എല്ലാ കാസ്റ്റും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കൽബിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷം നമ്മൾ ഇതുവരെ കാണാത്ത നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടെററായിട്ട് അദ്ദേഹത്തെ ഫീൽ ചെയ്യിപ്പിക്കാൻ തരുൺമൂർത്തിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു പറയാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കൽ സൈഡാണെങ്കിൽ ജെക്സ് ബിജോയ് ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയപ്പോൾ പല സിനിമകൾക്കും നമ്മൾ പറയുന്നത് ഇപ്പോൾ ലാലേട്ടൻ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്റ്റാറിന് വേണ്ട രീതിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പിടച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. പക്ഷേ ഇതിൽ ജെക്സ് കൊടുത്ത ഒരു BGM ഉണ്ട്, തനി നാടൻ സാധനം. അത് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാടൻ തല്ല്, അതായത് നാടനായിട്ടുള്ള മോഹൻലാലിനെ കാണാൻ ഇഷ്ടങ്ങൾക്ക് നാടൻ തല്ല്, നാടൻ ഭാവങ്ങൾ, അതുപോലത്തുള്ള നാട്ടിൻപുറം ലൊക്കേഷൻ എല്ലാം കൊണ്ടും അങ്ങനത്തെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള സ്ക്രീൻ പ്ലേ എഴുതി കഴിഞ്ഞാൽ മോഹൻലാൽ തുടരും എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയായിട്ട് തുടരും മാറിയിട്ടുണ്ട്. ലാലേട്ടൻ മോഹൻലാൽ തുടരും. കുറേ ആൾക്ക് ശേഷം ലാലേട്ടൻ ആസ് എൻ ആക്ടർ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. നേരിന് ശേഷം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ നമ്മൾ ഇത്തവണ സെലിബ്രേറ്റ് ചെയ്ത ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ രീതിയിൽ ഇവിടെ എമ്പുരാനിൽ പോലും നമ്മുടെ പുള്ളിയൊരു സ്റ്റാർ ഓറെ സെലിബ്രേറ്റ് ചെയ്യണേ. ഇതിനകത്ത് ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ലാലേട്ടൻ ആസ് എ കോമൺ മാൻ, ലാലേട്ടൻ ആസ് എ മാസ് ഹീറോ, ലാലേട്ടൻ ആസ് എ സ്റ്റാർ എല്ലാം ഉണ്ട്. എല്ലാ രീതിയിലും തരുൺമൂർത്തി ആസ് ഡൺ. കാരണം എല്ലാ ഇമോഷൻസും ഒരു കംപ്ലീറ്റ് ആയിട്ട് തരുൺമൂർത്തി അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്ലസ് കഥ കൊണ്ടുപോകുന്ന രീതി, മേക്കിംഗ്, ലാലേട്ടൻ കരയുമ്പോൾ കരയാൻ പോകും, ലാലേട്ടൻ ചിരിക്കുമ്പോൾ ചിരിക്കാൻ തോന്നും, ലാലേട്ടൻ കൊണ്ടുകൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ആവശ്യം പുറത്തിറങ്ങി വന്നിട്ട് ലാലേട്ടൻ്റെ പടം കണ്ടിട്ട് മോനെ വിളിച്ചു ഇതാ പടം. തരുൺമൂർത്തി താങ്ക് യു ആൻഡ് ഹാറ്റ്സ് ഓഫ് ലാലേട്ടൻ. ഇങ്ങനെ ഒരു ലാലേട്ടനെ കാണാൻ പറ്റിയതിന് നമുക്ക് ഒരുപാട് മിസ് ചെയ്തൊരു ലാലേട്ടനെ കാണാൻ പറ്റി. പ്ലസ് ഇനി പിന്നെ പറയുന്നത് ശോഭന മാമായിട്ടുള്ള റിലേഷൻ, ഇത് അവരുടെ ഇക്വേഷൻസൊക്കെ നൈസായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊരു ശോഭന മാമിന് പെർഫോം ചെയ്യാനുള്ള സാധനമുണ്ടായിരുന്നു. മൂവിയെക്കുറിച്ച് അധികം പറയാനില്ല, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. ഇപ്പോൾ ഞങ്ങൾ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ടുകൊണ്ട് വൻ കിക്കാണ് കിട്ടിയത്. നിങ്ങളിപ്പോൾ എക്സ്പെക്ടേഷൻ വെച്ച് കാണാൻ പോവുകയാണെങ്കിലും റിവ്യൂ കേൾക്കണടുത്ത് ഞാൻ പറയുന്നത്, ഞങ്ങൾ റിവ്യൂ കേട്ട് പോയാലും നിങ്ങളുടെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് മുകളിൽ പോകും പടം. കാരണം പടമുണ്ട്, അതിനുള്ള സംഭവം തരുൺമൂർത്തി പണി വെച്ചിട്ടുണ്ട്. കൊച്ചു കള്ളൻ നല്ല രീതിയിൽ ചെറിയ പടമാമനെ ഇല്ല, ഇതൊരു ചെറിയ പടമല്ല, സംഭവം ഇവർക്ക് തൂക്കിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഹിറ്റ് ലാലേട്ടൻ്റെ എമ്പുരാന് ശേഷം. സോ ലാലേട്ടൻ ആസ് എ സ്റ്റാർ നമ്മൾ ആഘോഷിച്ചു എമ്പുരാനിൽ. ലാലേട്ടൻ ആസ് എൻ ആക്ടർ ഇതിനകത്ത് ആഘോഷിക്കലുണ്ട്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ഒരു കോമൺ മാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഭയങ്കര വർക്കൗട്ടായിരുന്നു. അത് നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും, അവരുടെ ഫാമിലി, അവരുടെ ഇമോഷണൽ റിക്വേഷൻസ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കഥ പോകുന്നത്. കഥ എങ്ങോട്ടാണ് പോകുന്നത്, ട്വിസ്റ്റ് ഉണ്ട്, ബാക്കി കൂടുതലൊന്നും എക്സ്പ്രഷൻ പറയുന്നില്ല, സ്പോയിലൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. മൂവി ഈസ് എക്സ്ട്രീംലി ഗുഡ്. ആൻഡ് ലാലേട്ടൻ്റെ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ മൂവി. ഒരു സാധാരണ ഓഡിയൻസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻ അല്ലെങ്കിൽ ലാലേട്ടൻ സ്ലീപ്പർ ഫാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മമ്മൂട്ടി ഫാൻ ഒരു മലയാളി എന്നുള്ള രീതിയിൽ പടം കണ്ട പടം ഹിറ്റാവും. എനിക്ക് തോന്നുന്നു ഇതൊരു ദൃശ്യം പോലെ ഓൾ ഇന്ത്യ സംസാരിക്കും ഈ പടത്തെ പറ്റി. തുടരും ലാലേട്ടൻ, തരുൺമൂർത്തി.